ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ എന്റെ അഭിവാദനങ്ങൾ. MBFT എന്ന് പറയുന്ന വളരെ കാലിക പ്രാധാന്യമുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ അംഗമാണ് ഞാൻ. വളരെ വിശ്വാസത്തിനും അതിന്റെ വളർച്ചയ്ക്കും സംശയ നിവർത്തീകരണത്തിനും സഹായകരമാകുന്ന അനേക പോസ്റ്റുകൾ ഈ കാലഘട്ടങ്ങളിൽ അതിനകത്ത് വരുന്നുണ്ട്. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ ഓർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിൽ വന്ന രഞ്ജു പി കോശി എന്ന അച്ഛന്റെ സ്നാനത്തെക്കുറിച്ചുള്ള 25 ചോദ്യങ്ങളെ പരാമർശിച്ചാണ് ഈ വീഡിയോ തയ്യാറാക്കുന്നത്. എല്ലാത്തിനും മറുപടി വിശദമായി പറഞ്ഞാൽ 25 ചോദ്യങ്ങളുടെ മറുപടി പറയുമ്പോൾ മിനിമം 1 മണിക്കൂർ. സാധാരണ അങ്ങനെയുള്ള വീഡിയോ അത് വളരെ സക്സസ് ആകാറില്ല. അതുകൊണ്ട് അത്യാവശ്യമായ ചില കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. യേശുവിന് സ്നാനം ആവശ്യമായിരുന്നു എന്ന് ചോദിച്ചാൽ ആവശ്യമില്ലാത്ത ഒരു കാര്യം നമ്മുടെ കർത്താവ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതുപോലുള്ള കാര്യങ്ങൾക്ക് ഒന്നും മറുപടി പറയുന്നതിനകത്ത് വലിയ പ്രസക്തിയില്ല. അതുകൊണ്ട് ആർക്കും വലിയ ഗുണവുമില്ല. പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിന്റെ സ്നാനം യുണീക്കാണ്. യോഹന്നാന്റെ സ്നാനവും യേശുക്രിസ്തുവിന്റെ സ്നാനവും വിശ്വാസികളുടെ സ്നാനവും 3 3 കാൽവറി ക്രൂശിലേക്ക് വിരൽ ചൂണ്ടുന്ന സ്നാനമാണ്. അദ്ദേഹത്തിന്റെ 1-ാമത്തെ ചോദ്യം, യേശുവിന് സ്നാനം ആവശ്യമായിരുന്നു. അതുകൊണ്ടാണല്ലോ യേശു സ്നാനപ്പെട്ടത്. 2-ാമത്തെ ചോദ്യം, എന്തുകൊണ്ട് യോർദാനിൽ സ്നാനപ്പെട്ടു? അവിടെയായ യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നത്. അത് മറ്റാരും അന്ന് സ്നാനപ്പെടുത്തിക്കൊണ്ടിരുന്നതായി വേദപുസ്തകം പറയുന്നില്ല. അതുകൊണ്ട് യോർദാനിൽ വന്ന് സ്നാനം വിറ്റു. സ്നാനത്തെക്കുറിച്ച് യോഹന്നാൻ എങ്ങനെ അറിവ് കിട്ടി? യോഹന്നാന്റെ സുവിശേഷം പറയുന്നു, വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കാൻ എന്നെ അയച്ചവൻ എന്നോട് എന്ന് യോഹന്നാനാ പറയുന്നത്. യോഹന്നാനെ ദൈവം അയച്ചത് സ്നാനത്തിന് തന്നെയാണ്. ഇതിനു മുമ്പ് സ്നാനം ഉണ്ടായിരുന്നല്ലോ. പ്രോസലൈറ്റ് ബാപ്റ്റിസം ഉണ്ടായിരുന്നു. യസീനിയ വംശങ്ങളുടെ സ്നാനം ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് സ്നാനമുണ്ട്. ബലിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവർ സ്നാനപ്പെടും. മരിച്ചവർക്ക് വേണ്ടി സ്നാനപ്പെടുന്നവരെ കുറിച്ച് പൗലോസ് പറയുന്നു. സ്നാനം ലോകം മുഴുവൻ ഉണ്ടായിരുന്ന കാര്യങ്ങൾ. യോഹന്നാൻ മാത്രമാണ് സ്നാനം കഴിപ്പിച്ചത്? അല്ല. മറ്റു പലർക്കും സ്നാനം കഴിപ്പിച്ചിട്ടുണ്ട്. യോഹന്നാൻ ഒരു ദിവസമാണോ സ്നാനം കഴിപ്പിച്ചത്? അല്ല. അനേക ദിവസങ്ങളിൽ സ്നാനം കഴിപ്പിച്ചിട്ടുണ്ട്. യേശുവിന് സ്നാനം ചെയ്യാനുള്ള കൊടുക്കാനുള്ള യോഗ്യത എന്താ യോഹന്നാനുള്ളത്? യോഹന്നാന് മാത്രമേ യോഗ്യതയുള്ളൂ. യോഹന്നാന് ദൈവം അയച്ചതും വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കാനാണ്. ദൈവം അയച്ചിട്ട് സ്നാനപ്പെടുത്താമെന്ന ഒരുത്തിനേ ഉള്ളൂ. അവനാണ് യോഹന്നാൻ. അങ്ങനെ പരസ്പരം സ്നാനം നടത്തിയാൽ തെറ്റുവല്ല ഉണ്ടോ? പുതിയ വിശ്വാസികൾ പരസ്പരം സ്നാനം നടത്തുന്നതിൽ ഒരു തെറ്റുമില്ല. അതിന് ഓർഡിനേഷനോ അല്ലെ മറ്റാരുടെയോ ഒത്താശയോ ഒന്നും ആവശ്യമില്ല. 7 യോഹന്നാൻ ആരിലാണ് സ്നാനം ഏറ്റത്? ആരിൽ നിന്നും സ്നാനം ഏറ്റിട്ടില്ല. വേദപുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നില്ല. സ്നാനം ഏൽക്കുന്നവർക്കാണ് സ്വർഗരാജ്യം എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. സ്നാനം ഏൽക്കുന്നവർക്കല്ല സ്വർഗരാജ്യം, വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്നവർക്കാണ് സ്വർഗരാജ്യം. 8 യോഹന്നാൻ ആരെയെങ്കിലും വെള്ളത്തിൽ മുക്കിയതായി പറയുന്നുണ്ടോ? മുക്കിയതായി നിമഞ്ജനം ചെയ്തതായിട്ട് പറയുന്നില്ല, തളിച്ചതായിട്ടും പറയുന്നില്ല. 9 സർപ്പസന്തതി എന്ന് വിളിച്ചാണ് യോഹന്നാൻ ആളുകളെ മാമോദിസയ്ക്ക് വേണ്ടി തയ്യാറാക്കിയത്. തെറ്റ്. യസീനിയ വംശജരുടെ ഇടയിലാണ് യോഹന്നാൻ വേല ചെയ്തുകൊണ്ടിരുന്നത്. മരുഭൂമിയിൽ വളരെ ഭക്തരായി ജീവിച്ച ഒരു വിഭാഗമാണ്. അവരെ സർപ്പസന്തതികളൊന്നും വിളിക്കേണ്ട കാര്യമില്ല. പരീശന്മാരും സദൂക്യരും വരുന്നത് കണ്ടിട്ട് അവരോടാണ് യോഹന്നാൻ ആ സംഭവം നടത്തിയെന്ന് വേദപുസ്തകത്തിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. വരുവാനുള്ള കോപത്തിൽ നിന്ന് ഓടിപ്പോകുവാൻ നിങ്ങളെ ഉപദേശിച്ചാല്, അതുകൊണ്ട് വരുവാനുള്ള കോപത്തിൽ ഓടി രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയാണോ യോഹന്നാൻ യേശു സ്നാനം സ്വീകരിച്ചത്? ആ ചോദ്യം തന്നെ തെറ്റാ. രക്ഷപ്പെടാതെ ഇരിക്കാൻ വേണ്ടിയാണോ? രക്ഷപ്പെടാനാണോ എന്ന് ചോദിച്ചാൽ മനസ്സിലാക്കിയത്. അതുകൊണ്ട് അതിന് മറുപടി അറിയിക്കുന്നില്ല. സ്നാനമേൽക്കുന്നതിൽ യോഹന്നാനെ തടയാൻ കാരണം എന്താണ്? യേശു ദൈവപുത്രനാണെന്നുള്ള അറിവായിരിക്കാൻ കാരണം ഇവരെ കസിൻസ് ആണല്ലോ. എലിസബത്തും മറിയാമും കസിൻസ് ആണല്ലോ. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എവിടെ ഒന്നും ഉണ്ടായെന്ന് മറിയാൻ പറയുന്നുണ്ടല്ലോ. അപ്പൊ അത് കേട്ടായിരിക്കുമല്ലോ യോഹന്നാൻ വളർന്നു. യേശു മറ്റുള്ളവരെ പോലെ പാപങ്ങൾ ഏറ്റു പറഞ്ഞാണോ സ്നാനപ്പെട്ടത്? അല്ല. യേശുവിന് പാപം ഏറ്റു പറയാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവൻ പാപം ചെയ്തില്ല എന്ന് വേദപുസ്തകം പറയുന്നു. പാപം ചെയ്യാത്ത ഒരാളെന്ത് ഏറ്റു പറയാൻ? അപ്പൊ അല്ല. 13 യേശു തന്നിൽ തന്നെ തൃത്വത്തിലുള്ള വിശ്വാസം ഏറ്റു പറഞ്ഞാണോ സ്നാനപ്പെട്ടത്? യേശു അങ്ങനെ തൃത്വത്തിലുള്ള വിശ്വാസം ഏറ്റു പറയണ്ട. കാരണം യേശു തൃത്വത്തിലുള്ള വ്യക്തിയാണല്ലോ. യോഹന്നാൻ യേശുവിൽ സ്നാനം ഏറ്റിട്ടുണ്ടോ? ഇല്ല, ഏറ്റിട്ടില്ല. വേദപുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നില്ല. ഊഹിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അർത്ഥമില്ല. ഇപ്പോൾ സമ്മതിക്കാമെന്ന് യേശു യോഹന്നാനോട് പറഞ്ഞു. യേശു എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? ദൈവനീതി നിവർത്തിക്കേണ്ടതിന് അങ്ങനെ പറഞ്ഞു. സ്നാനം കൂടി യേശു തികയ്ക്കുവാൻ ഉദ്ദേശിച്ച നീതി എന്താണ്? മനുഷ്യവർഗത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി വീണ്ടെടുപ്പ് ഒരുക്കാൻ വേണ്ടി പിതാവായ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് യേശു. അതിന്റെ നിവർത്തീകരണമാണ്. അതിന്റെ നിവർത്തീകരണത്തിന്റെ ആദ്യപടിയാണ് സ്നാനം. അതിനെക്കുറിച്ച് പിന്നീട് വിശദീകരിക്കും. ആ ദൈവനീതിയുടെ നിവർത്തീകരണത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സ്നാനം ഏറ്റപ്പോഴും യേശുവിന് പരിശുദ്ധാത്മാവിനെ ലഭിച്ചല്ല. യേശു പരിശുദ്ധാത്മാവിനെ ഗുരുവായവനാണ്. യേശുവിന് മുമ്പ് യോഹന്നാനിൽ സ്നാനം ഏറ്റവും യേശുവിനെ കർത്താവായി സ്വീകരിച്ചേറ്റ് പറഞ്ഞിരുന്നോ? കർത്താവായി സ്വീകരിച്ചേറ്റ് പറഞ്ഞില്ല. യേശുവിന് വേണ്ടി ഒരുങ്ങിയവർ, മശിഹായ്ക്ക് വേണ്ടി ഒരുങ്ങിയവരാണ് സ്നാനമേറ്റത്.
യോഹന്നാനിൽ സ്നാനമേറ്റവർക്കെല്ലാം സ്വർഗരാജ്യം കിട്ടുമോ? യോഹന്നാനിൽ നിന്നല്ല, യേശുവിൽ നിന്ന് പോലും സ്നാനമേറ്റവർക്കെല്ലാം സ്വർഗരാജ്യം കിട്ടുമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. അതിന് സ്വർഗരാജ്യം കിട്ടണമെങ്കിൽ വീണ്ടും ജനിക്കണം, രക്ഷിക്കപ്പെടണം. അങ്ങനെ രക്ഷിക്കപ്പെട്ടവർക്കാണ് സ്നാനം, അല്ല രക്ഷിക്കപ്പെടാനല്ല സ്നാനം. യോഹന്നാനിൽ സ്നാനമേറ്റവർക്കെല്ലാം പരിശുദ്ധാത്മാവിനെ കിട്ടിയോ? ഇല്ല. അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായം 1-ാമത്തെ പാരഗ്രാഫ്. യോഹന്നാനിൽ സ്നാനമേറ്റവരെല്ലാം യേശു ഉൾപ്പെടെ വീണ്ടും ജനിച്ചവരാണോ? ചോദ്യത്തിന് ഒരർത്ഥമില്ല. യേശു വീണ്ടും ജനിക്കേണ്ടവർ ആവശ്യമാണ്? ഇല്ല. വീണ്ടും ജനനത്തെ കുറിച്ചുള്ള ഉപദേശം അന്ന് പ്രബലപ്പെട്ടിട്ടില്ല. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിക്കോദിമോസിനോടാണ് അത് കർത്താവ് പറയുന്നത്. യോഹന്നാൻ ആരോടെങ്കിലും സ്നാനം ഏൽക്കാൻ പറഞ്ഞു? നിശ്ചയമായിട്ടും. പിന്നെ വെള്ളത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം പ്രസംഗിക്കുന്നു. കുത്തുകൊണ്ട് മാനസാന്തരപ്പെട്ടത് ഇറങ്ങി വരുമ്പോൾ അവരെ നോക്കി പൊക്കി കയറ്റി വിടുക. 23 യേശു സ്നാനമേറ്റ് വെള്ളത്തിൽ നിൽക്കുമ്പോഴോ അതോ വെള്ളത്തിൽ നിന്ന് കയറുമ്പോഴോ പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ അന്ന് വെള്ളത്തിൽ നിന്ന് കയറി അപ്പോൾ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. വളരെ ക്ലിയർ ആയി ചോദ്യങ്ങളൊക്കെ. ഇതിനൊന്നും വേദപുസ്തകം വായിച്ചാണ് ഇതിനെല്ലാം മറുപടി. 24 അപ്പോസ്തല പ്രവൃത്തികൾ 19-1 മുതൽ 5 വരെ യോഹന്നാനിൽ സ്നാനമേറ്റവർ വീണ്ടും അപ്പോസ്തലൻ സ്നാനമേറ്റ എന്തിന്? ആദ്യത്തെ സ്നാനം ശരിയല്ലെങ്കിൽ രണ്ടാമത് സ്നാനപ്പെടാം എന്നാണ് അതിന്റെ അർത്ഥം. കാരണം തന്റെ പിന്നാലെ വരുന്ന യേശുവിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞു എന്ന് അപ്പോസ്തലൻ പറഞ്ഞപ്പോൾ അവർ സ്നാനപ്പെട്ടു. അതുകൊണ്ട് അവർ പരിശുദ്ധാത്മാവിനെ കിട്ടി. അത് അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി അവർ പ്രവചിക്കുകയും ചെയ്യുന്നുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ സ്നാനം ശരിയല്ല, രണ്ടാമത്തെ സ്നാനപ്പെടാമെന്ന അതിന്റെ അർത്ഥം. 25 യോഹന്നാൻ പറയുന്നു, യേശു നിങ്ങൾക്ക് അഗ്നിയാലും പരിശുദ്ധാത്മാവിനും സ്നാനം നൽകും. അങ്ങനെയാണെങ്കിൽ അഗ്നിയാലുള്ള മാംസം എപ്പോഴാണ്? അതിന് അച്ഛൻ പറയുന്ന മറുപടി ശരിയല്ല. അത് ലോകാവസാനത്തിൽ ദുഷ്ടന്മാരെ ഈച്ചോടെ ഇടുന്ന കാര്യമൊന്നുമല്ല. അത് പെന്തക്കോസ്ത് നാളിൽ നടന്നു. അഗ്നിനാവുകൾ അവരുടെ മേൽ പതിഞ്ഞു. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ അവരെല്ലാവരും അന്യഭാഷയിൽ സംസാരിച്ചു. സഭയെ അഗ്നിയാലും പരിശുദ്ധാത്മാവിനുമാലും അന്ന് സ്നാനപ്പെടുത്തി കർത്താവ്. അതാണ് അതിനെക്കുറിച്ചുള്ള മറുപടി. അടുത്തതായി യോഹന്നാന്റെ സ്നാനം, യേശുവിന്റെ സ്നാനം, വിശ്വാസികളുടെ സ്നാനം അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ സ്നാനം, ഇതിനെക്കുറിച്ചാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പറയുന്നുള്ളതേ ഉള്ളൂ. അത് നിങ്ങൾക്ക് കൺവിൻസ്ഡ് ആകണം എന്ന നിർബന്ധമില്ല. ഞാൻ അങ്ങനെ വാശി പിടിക്കുന്ന ഒരാളുമല്ല. എനിക്ക് കൺവിൻസ്ഡ് ആയ ഒരു കാര്യമാണ്, രക്ഷ ക്രിസ്തുവിൽ കൂടെ മാത്രമേ ഉള്ളൂ. അത് ഹാബേലിനാണെങ്കിലും ശരി, അബ്രഹാമിനാണെങ്കിലും ശരി, എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും യേശുവിന്റെ കാലത്ത് ജീവിച്ചിരുന്നവർക്കാണെങ്കിലും മനുഷ്യവർഗത്തിന്റെ രക്ഷകനായി ഒരുത്തൻ മാത്രമേ ഉള്ളൂ, ദൈവപുത്രനായ ക്രിസ്തു. അവനിൽ വിശ്വസിച്ചവർക്കാണ് എക്കാലവും രക്ഷ. ഏദൻ തോട്ടത്തിൽ നിന്ന് ആദിമ മാതാപിതാക്കളെ ഇറക്കി വിടുമ്പോൾ, അവിടെയുള്ള സ്നേഹം കൊണ്ട് ഇറക്കി വിട്ടത്, ശിക്ഷിച്ചല്ല ഇറക്കി വിട്ടത്. ഇറക്കി വിടുമ്പോൾ അവരോട് സ്നേഹത്തോടെ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, സ്ത്രീയുടെ സന്തതിയായി വരുന്നവൻ നിന്നെ ചലിച്ച സർപ്പത്തിന്റെ തല തകർത്തിട്ട് നിനക്ക് നഷ്ടപ്പെട്ട പാരഡൈസ് നിനക്ക് റീഗെയിൻ ചെയ്തു തരുന്ന മനോഹരമായ ഒരു സുദിനമുണ്ട്. ആ പ്രത്യാശയിൽ അവർ ജീവിച്ചത്. ഹാബേല് ഈ മശിഹായിലുള്ള വീണ്ടെടുപ്പുകാരൻ വരും, അവൻ തിരിച്ച് ആ നഷ്ടപ്പെട്ട പ്രദേശയിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിക്കുമെന്നുള്ള വിശ്വാസത്തിൽ ജീവിച്ചവരാണ്. ആ ഹാബേല്, അബ്രഹാം, നോഹ, മോശ, ഇവരെല്ലാം യേശുവിന് വരേണ്ടിയിരുന്ന കഷ്ടാനുഭവങ്ങളെയും പിൻവരുന്ന മഹിമയെയും വിശ്വസിച്ചവരായിരുന്നു. അവർ മുമ്പോട്ട് നോക്കിയവരാണ്. അതാ യാക്കോബായിൽ അച്ഛൻ തന്നെ നടത്തുന്ന കുർബാനയ്ക്കകത്ത് പിന്നെ പെസഹായിക്കകത്ത് പാടുന്നൊരു പാട്ടുണ്ട്. ആ പാട്ടിനകത്ത് ഹാബേൽ ആരെ തിരുബലിയാലെ, യേശായ നബിക്ക് ദൂതൻ കൊടുത്ത ആമോസ് തനയൻ, എസക്കിയേൽ ആരെ നരരൂപിയാലെ, തെരുവിൽ കുരുങ്ങിയ കിടന്ന കുഞ്ഞാട് എന്നൊക്കെ പറയുന്ന ഭാഗമല്ല യേശുവിനെ ചൂണ്ടിക്കാണിക്കുന്നതാണെന്ന് യാക്കോബായ സഭയും പറയുന്നു. അപ്പൊ പിതാക്കന്മാർ ഇവനെയാണ് നോക്കിയത്. കഴിഞ്ഞ ചില പിതാക്കന്മാർ വരുവാനുള്ള മശിഹായുടെ ആ കാൽവറി ക്രൂശിനെ അവർ കണ്ടത്. അവര് കാൽവറി ക്രൂശിനെ തന്നെ കണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ എഴുതി വെച്ചിട്ടില്ല. എന്നാൽ അവന് വരുന്ന കഷ്ടാനുഭവങ്ങളെയും പിൻവരുന്ന മഹിമയെയും കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അവർ അനേക കഷ്ടങ്ങളും പ്രയാസങ്ങളും വിശ്വാസത്തിനു വേണ്ടി അവർ അനുഭവിക്കേണ്ടി വന്നു. അപ്പൊ യോഹന്നാൻ മരുഭൂമിയിൽ പ്രസംഗിച്ച് യോർദാനിൽ ഇറങ്ങി നിന്ന് പ്രസംഗിക്കുക, വെള്ളത്തിൽ നിന്നുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. കരയ്ക്ക് വന്നിരിക്കുന്നവരോട് പറയുക, നിങ്ങളുടെ പിതാക്കന്മാർ ആശയോടെ കാത്തിരുന്ന, നാമും ആശയോടെ കാത്തിരിക്കുന്ന മശിഹ വരാൻ പോകുന്നു, ദൈവരാജ്യം സമാഗമമായിരിക്കുന്നു, മശിഹ വരുന്നു, ഒരുക്കപ്പെട്ടവരുടെ മധ്യത്തിലേക്കാണ് വരേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ പാപം വിട്ട് പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് മശിഹായെ കൈക്കൊള്ളാൻ ഒരുങ്ങിക്കൊള്ളുക. അപ്പോൾ അവര് മശിഹായുടെ മരണത്തിനും കബറടക്കത്തിനും പുനരുത്ഥാനത്തിനും വേണ്ടി തങ്ങളെ തന്നെ ഒരുക്കി ഏൽപ്പിച്ചു കൊടുക്കുന്ന സ്നാനമാണ് അവരുടെ സ്നാനം. ഇനി അങ്ങനെ ഉണ്ടോ? പഴയത്തിലെ വിശ്വാസികൾ ഇതെല്ലാം വിശ്വസിച്ചിരുന്നോ എന്ന് ഉള്ള തെളിവ് വല്ലതും ഉണ്ടോ? ഒരു ഭാഗം ഞാൻ വായിക്കാം, അവിടെ നിൽക്കട്ടെ. അത് ഞാൻ വായിച്ചു കേൾപ്പിക്കാൻ ഞാൻ വേദപുസ്തകം തുറന്നു വെച്ചിട്ടുണ്ട്. ഇനി മശിഹായുടെ സ്നാനം എന്താ? മശിഹ ഇതിനു വേണ്ടിയാ. മശിഹ യോർദാന്റെ കടവിൽ ഇറങ്ങി നിന്നുകൊണ്ട് കാൽവറി ക്രൂശ് വരെയുള്ള കാര്യങ്ങൾ, അദ്ദേഹം തന്റെ മരണത്തിനും മനുഷ്യവർഗത്തിന് എന്തിനു വേണ്ടി പിതാവായ ദൈവം തന്നെ അയച്ചുവോ, എന്ത് ദൗത്യത്തിനു വേണ്ടി, മശിഹായെ അപ്പോസ്തലൻ എന്നാണ് വേദപുസ്തകം വിളിക്കുന്നത്.
എബ്രായ ലേഖന കർത്താവ് 3-ാം അധ്യായത്തിൽ പറയുന്നു, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. യേശു അപ്പോസ്തലനും മഹാപുരോഹിതനാണ്. അപ്പോസ്തലൻ പറഞ്ഞാൽ അയക്കപ്പെട്ടവനെന്നാണ്. പിതാവായ ദൈവത്താൽ ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി നിയോഗിച്ച് അയക്കപ്പെട്ടവനാണ് യേശു. അത് മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പാണ്. അത് കാൽവറി ക്രൂശിലെ പരമയാഗമാണ്, അറ്റോൺമെന്റ് ആണ്. അപ്പൊ അത് യേശു യോർദാന്റെ കടവിൽ നിന്നുകൊണ്ട് മനുഷ്യവർഗത്തിന് വേണ്ടി താൻ കഷ്ടപ്പെടാൻ പോകുന്നതും, യാഗമായി മരിക്കാൻ പോകുന്നതും, കബറടക്കപ്പെടാൻ പോകുന്നതും, പിതാവായ ദൈവനെ ഉയർപ്പിക്കുന്ന ആ പദ്ധതിക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അതിനാണ് അവൻ വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകുന്നത്. അത് കണ്ടിട്ടാണ് പിതാവ് പറയുന്നത്, ദിസ് ഈസ് മൈ ബിലവഡ് സൺ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. യേശു അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക, തന്റെ മരണത്തിനും തന്റെ കബറടക്കത്തിനും പുനരുത്ഥാനത്തിനും വേണ്ടി. പഴയ നിയമത്തിലുള്ളവർ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുത്തല്ല. യോഹന്നാന്റെ സ്നാനത്തിൽ യേശുവിനെ മുമ്പോട്ട് നോക്കി കണ്ടുകൊണ്ട് അവർ ഏൽപ്പിച്ചു കൊടുത്തു. യേശു യോർദാന്റെ കടലിൽ നിന്ന് താൻ തന്റെ കഷ്ടാനുഭവത്തിനും ആ മരണത്തിനും കബറടക്കത്തിനും പുനരുത്ഥാനത്തിനും വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. നാമോ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോട് കുഴിച്ചിടപ്പെട്ടു. പിതാവായ ദൈവത്തിന്റെ മഹിമയിൽ ക്രിസ്തു ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് വെള്ളത്തിൽ നിന്ന് നാം ഉയർന്ന വരികയാണ്. നാം ഇന്ന് പുറമോട്ട് നോക്കി മശിഹായുടെ കബറടക്കത്തിനും മരണത്തിനും പുനരുത്ഥാനത്തിനും വേണ്ടി അതിനോട് ഏകീഭവിക്കാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത സ്നാനപ്പെടുന്നു. യോഹന്നാന്റെ കാലത്തുള്ളവർ കാൽവറി ക്രൂശിനെ മുമ്പോട്ട് നോക്കി. യേശു തന്റെ കാലത്ത് തന്നെത്താൻ കാൽവറി ക്രൂശിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. നാം കാൽവറി ക്രൂശിൽ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത ആ വലിയ രക്ഷണീയ പ്രവൃത്തി അതിന്റെ പങ്കാളികളായി തീരുവാൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നു. ആ വിശുദ്ധനായ അഗസ്റ്റിനെ പോലുള്ളവർ പറയുന്ന ഒരു വലിയ ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം പാപം ചെയ്തപ്പോൾ നാം അവനിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ഭാവികളായിത്തീരുന്നു? ആ പാപത്തിന്റെ പൈതൃകം നമുക്ക് വരണമെങ്കിൽ അവസാനത്തെ ശിശുവിനെ വരെ ദൈവം ആദാമിൽ സൃഷ്ടിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ആ പാപത്തിന്റെ പങ്കാളികളായിത്തീർന്നത്. അങ്ങനെയാണെങ്കിൽ പാപത്തിനു വേണ്ടി വീണ്ടെടുപ്പ് നടത്തിയ കഷ്ടമനുഭവിച്ച യേശുവിൽ നമ്മൾ ഉണ്ടായിരുന്നു. രക്ഷിക്കപ്പെട്ട സകല മനുഷ്യരും കാൽവറി ക്രൂശിൽ യേശുവിൽ ഉണ്ടായിരുന്നു എന്നാ ആ സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നു. ഞാൻ ക്രിസ്തുവിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് പകരം എന്നുള്ളതിന് ഫിലോസഫിക്കലി ലോജിക്കലി അതിന് മറുപടിയില്ല എന്ന ആ ദേവദാസന്മാർ പറയുന്നത്. അതാണ് സ്നാനത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതായ കാര്യം. സ്നാനത്തെക്കുറിച്ച് ശിശുസ്നാനവാദികളും വിശ്വസിച്ചു വരുന്നവരെ മുഖ്യ സ്നാനപ്പെടുത്തുന്നവരും തമ്മിൽ അനേക കാലങ്ങളായിട്ട് വാദങ്ങളും തർക്കങ്ങളും ഒക്കെ നിലവിലുണ്ട്. എന്നാൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസത്തെ ഡിഫെൻഡ് ചെയ്യണമെന്ന് യൂദാസ് ശ്ലീഹ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് മാത്രം ചില കാര്യങ്ങൾ പറയാം. ആരെയും ബോധ്യപ്പെടുത്താനൊന്നുമല്ല. ദൈവത്തിന്റെ വചനത്തില് കുഞ്ഞുങ്ങളെ മുഖ്യതായിട്ടെങ്ങും പറയുന്നില്ല. ഒരു കുഞ്ഞുങ്ങൾ വിശ്വസിച്ച് വന്നവരെയാണ്. നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിൽ ആകാമെന്നാണ് ഫിലിപ്പോസ് ഷണ്ണനോട് പറഞ്ഞത്. അതാ അതിന്റെ ക്വാളിഫിക്കേഷൻ. പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിൽ ആകാം. ദൈവപുത്രനാണ് ക്രിസ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നസ്രായനായ യേശു ദൈവപുത്രനാണ് എന്ന് വിശ്വസിക്കുന്നു. അതാണ് അതിന്റെ പ്രീ റിക്വസിഷൻ. 100 തെളിവുകളുണ്ട്. കുടുംബ സ്നാനം കിട്ടുന്ന കുഞ്ഞുങ്ങളില്ലേ, അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഉടക്ക് ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും ഇറച്ചി തിന്നെന്ന് പറഞ്ഞ് ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം കുഞ്ഞ് കഴിക്കുമെന്നല്ല അതിന്റെ അർത്ഥം. ഞങ്ങളുടെ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും എന്തെങ്കിലും പ്രത്യേകമായ ആഹാരം. യുദ്ധത്തിന് ശൗലിന്റെ കുടുംബവും ദാവീദിന്റെ കുടുംബവും തമ്മിൽ ദീർഘകാല യുദ്ധം ഉണ്ടായിരുന്നു പറഞ്ഞിട്ടും 2 വയസ്സുള്ള കുഞ്ഞുങ്ങളും വാളും പരിചയെടുത്തുകൊണ്ട് പോയി എന്നതിന് അർത്ഥമില്ല. ഇതൊക്കെ ഒത്തിരി കാലങ്ങളായി മനുഷ്യർ തർക്കിച്ചിട്ടുള്ള കാര്യമാണ്. ഞാൻ അവിടെ നിർത്തുക. അച്ഛന്റെ ഒരു ചോദ്യമുണ്ട്. മുക്കി സ്നാനപ്പെടുത്തുകയും എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട്? ദൈവവചനത്തിൽ നിന്ന് സ്നാനത്തെക്കുറിച്ച് എന്നേക്കാൾ പാണ്ഡിത്യം അറിവുള്ള ദൈവദാസന്മാർ കാലാകാലങ്ങളായി അനേക കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചിലരെല്ലാം അതുകൊണ്ട് വിശ്വസിച്ച് വന്ന് സ്നാനപ്പെട്ട് കർത്താവിനോട് കൂടുതൽ അടുത്ത് ജീവിക്കുന്ന അനേക ആയിരങ്ങളുണ്ട് ഈ ലോകത്ത്. എനിക്ക് ആ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കാൻ താല്പര്യമില്ല. ചില കാര്യങ്ങൾ മാത്രം ഒന്ന് പെട്ടെന്ന് സൂചിപ്പിക്കുകയാണ്. അച്ഛൻ ഉൾപ്പെടെ നിൽക്കുന്ന സഭാവിഭാഗത്തിൽപ്പെട്ട ഗീവർഗീസ് മാർ ഒസ്താത്യോസ് എന്ന് പറയുന്ന തിരുമേനി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പ്രാസംഗികനാണ്. MV ജോർജ് അച്ഛൻ എന്ന് അദ്ദേഹം അറിയപ്പെടുന്ന കാലം അദ്ദേഹത്തിന്റെ പ്രസംഗം എനിക്ക് ഇഷ്ടമായിരുന്നു. അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്, ഞങ്ങൾ വിശ്വസിക്കുന്നു, അച്ഛന്റെ സമൂഹം വിശ്വസിക്കുന്നു. അതിനകത്ത് ബിഷപ്പ് ഒസ്താത്യോസ് പറഞ്ഞിരിക്കുന്നത് ഒരു ഭാഗം കൊണ്ട് വായിക്കുകയാണ്. ആദിമകാലത്ത് ഒഴുക്ക് വെള്ളത്തിലോ അതിന് സൗകര്യമില്ലെങ്കിൽ കുളങ്ങളിലോ മാമോദീസ നൽകി പോന്നു. അപ്പോൾ വെള്ളത്തിൽ മുങ്ങുന്നത് മരണത്തിനും എഴുന്നേൽപ്പ് പുനരുത്ഥാനത്തിനും സാദൃശ്യമായി പരിഗണിക്കുവാൻ പ്രയാസമില്ലായിരുന്നു. വെള്ളം തെളിച്ച് മാമോദീസ നൽകുമ്പോൾ ഈ സൂചനകൾക്ക് സ്ഥാനമില്ലാതെ വരുന്നു. അച്ഛനും പാറേക്കര അച്ഛനും മറ്റുമൊക്കെ സ്നാനത്തെക്കുറിച്ച് പറയുമ്പോൾ സ്നാനം യേശുവിന്റെ മരണത്തിനും കബറടക്കത്തിനും പുനരുത്ഥാനത്തിനും അതിനോട് ഏകീഭവിക്കലാണെന്ന് പറയുന്നത് യൂട്യൂബിൽ കിടപ്പുണ്ട് അങ്ങനെയുള്ള പ്രസംഗങ്ങൾ. ഇവിടെ ഒസ്താത്യോസ് പറയുന്നു, ഒഴുക്ക് വെള്ളത്തിലോ അതിന് സൗകര്യമില്ലെങ്കിൽ കുളങ്ങളിലോ ആദിമകാലത്ത് മാമോദീസ നൽകി പോന്നു. അപ്പോൾ വെള്ളത്തിൽ മുങ്ങുന്നത് മരണത്തിനും എഴുന്നേൽപ്പ് പുനരുത്ഥാനത്തിനും സദൃശ്യമായി പരിഗണിക്കുമായിരുന്നു.
ഇപ്പൊ വെള്ളം തളിച്ച് മാമോദിസ നൽകുമ്പോൾ ഈ സൂചനകൾക്ക് സ്ഥാനമില്ലാതെ വരുന്നു. അപ്പൊ കർത്താവ് എന്തിന് ഒരു കാര്യം എന്തുദ്ദേശത്തോടെ വേദപുസ്തകത്തിൽ കൽപ്പിച്ചുവോ അതിന് അർത്ഥമില്ലാതെ വരുന്ന രൂപത്തിലാണ് ഇന്ന് നിങ്ങൾ ചെയ്യുന്നതെന്ന് നിങ്ങളുടെ സഭാപിതാവ് തന്നെ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് പുനർജീവനം ചെയ്യണം, നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പുസ്തകം നമ്മുടെ വിശ്വാസം എന്ന് പറയുന്ന മാർത്തോമാ സഭയുടെ പ്രസിദ്ധീകരണമാണ്. ഡോക്ടർ യൂഹാനൻ മാർത്തോമാ മെത്രാപ്പോലീത്ത എഴുതിയ പുസ്തകമാണ്. സ്നാനത്തെക്കുറിച്ച് അദ്ദേഹം എന്ത് പറയുന്നു എന്ന് നമുക്ക് നോക്കാം. അദ്ദേഹം സ്നാനത്തെക്കുറിച്ച് പറയുന്നൊരു ഭാഗം ഞാനിവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. യോഹന്നാൻ സ്നാപകനും ക്രിസ്തുവിന്റെ ശിഷ്യന്മാരും അനുദപിച്ച് വിശ്വസിച്ച് വന്നവരെ വെള്ളത്തിലിറക്കി മുക്കുകയായിരുന്നു ചെയ്തത്. ക്രിസ്ത്യാനികളുടെ എണ്ണവും സഭയുടെ വ്യാപ്തിയും വർദ്ധിച്ചതോടെ വെള്ളത്തിലിറക്കി മുക്കുന്നതിന്റെ അസൗകര്യങ്ങളും ചിലയിടങ്ങളിൽ സാധ്യതയില്ലായ്മയും ഉണ്ടായിരുന്നു. അങ്ങനെ സ്നാനം തലയുടെ ഉച്ചിയിൽ വെള്ളമൊഴിക്കുന്ന രീതിയായി. പ്രിയ റെഞ്ചു പി കോശി അച്ഛന്റെ ഒരു ചോദ്യമുണ്ട്. യോഹന്നാൻ സ്നാപകൻ മുക്കി എന്നെവിടെയെങ്കിലും പറയുന്നുണ്ടോ? വേദപുസ്തകത്തിൽ അങ്ങനെ പറയുന്നില്ലെങ്കിലും ഒസ്താത്തിയോസ് തിരുമേനി അച്ഛന്റെ ബിഷപ്പ് പറയുന്നു ആദിമകാലത്ത് മുക്കുകയായിരുന്നു. മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷൻ പറയുന്നു ആദിമകാലത്ത് മുക്കുകയായിരുന്നു. അടുത്ത ഒരു പുസ്തകം ഞാൻ കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഹൂദായ കാനൂനാണ്. യാക്കോബായ സഭയുടെ ഹൂദായ കാനൂൻ. കാനൂനാവുമ്പോൾ തെറ്റ് വരുന്നില്ലല്ലോ. അതിനകത്ത് മാമോദിസായെ കുറിച്ച് 2 കേഫലെവോൻ എന്ന് പറയുന്ന ഈ അധ്യായത്തിൽ പറയുന്നു, ആകയാൽ നിങ്ങൾ എപ്പിസ്കോപ്പന്മാർ ഏകപിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലും 3 പ്രാവശ്യം മുക്കിക്കൊള്ളുക, അതായത് നിമഗ്നമാക്കണം. മുക്കിക്കൊള്ളാൻ പറഞ്ഞപ്പോ ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ഇച്ചിരൂടെ വ്യക്തമായി മലയാളത്തിൽ നിമഗ്നമാക്കണം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതും മനസ്സിലായിട്ടില്ലെങ്കിൽ പാരന്തസിസിനകത്ത് ഇമേഴ്സ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇംഗ്ലീഷിൽ. ഇമേഴ്സ് ഇനി സംശയമില്ലല്ലോ മുക്കണമെന്നുള്ളത്. നിങ്ങളുടെ തന്നെ ഹൂദായ കാനൂൻ പറയുന്നു മുക്കണമെന്ന്. മുക്കണമെന്ന് പറഞ്ഞിട്ട് വ്യക്തമില്ലെങ്കിൽ പറയുന്നത് നിമഗ്നമാക്കണമെന്ന്, വെള്ളത്തിന് അടിയിലോട്ട് താക്കണമെന്ന്. അതുകൊണ്ടും തർക്കം വല്ലതുകൊണ്ട് ഇംഗ്ലീഷ് ഇമേഴ്സ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ തെളിവ് വേണോ? വേദപുസ്തകമോ ശരിക്ക് ഫോളോ ചെയ്തില്ല. നിങ്ങളുടെ പിതാക്കന്മാർ പറയുന്നെങ്കിലും ദയവ് ചെയ്ത് ഫോളോ ചെയ്യാൻ ശ്രമിക്കണം. ഈ രണ്ടും അനുസരിക്കത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കഷ്ടം, ദൈവകോപത്തിലൂടെ പോകുമെന്നല്ലാതെ എന്തോ പറയാന്. അടുത്ത ഭാഗം ഒന്നുകൂടെ വായിച്ചു കേൾക്കുക. ഇതിനകത്ത് സ്നാനത്തെക്കുറിച്ച് പറയുക. അവൾ മാമോദീസ വെള്ളത്തിൽ നിന്ന് കരയേറുമ്പോൾ സ്നാനപ്പെടുന്ന സ്ത്രീ ശുശ്രൂഷക്കാരി അവളെ സ്വീകരിക്കണം. വാസ്തവത്തിൽ പെന്തക്കോസുകാരും വേർപാടുകാരും ഒക്കെ ചെയ്യുന്നൊരു കാര്യമാണ്. ബ്രദറുകാരും പെന്തക്കോസുകാരും ഒക്കെ സ്ത്രീകൾ സ്നാനപ്പെട്ട് കയറി വരുമ്പോൾ സഹോദരിമാരാണ് അവർ വെള്ളത്തിൽ നിന്ന് സ്വീകരിക്കുന്നത്. എഴുതി വെച്ചിരിക്കുന്നത് യാക്കോബായക്കാര്, ചെയ്യുന്നത് പെന്തക്കോസുകാരും ബ്രദറുകാരും. ഇതാണ് ഇതിന്റെ വ്യത്യാസം. ആദ്യമകാലത്തുള്ള യാക്കോബായിലെയും മൊത്തമായിലും ഒക്കെ പിതാക്കന്മാര് കൃത്യമായി കാര്യങ്ങൾ എഴുതുകയും ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നവരാ. കാലാന്തരത്തിൽ വെള്ളം കിട്ടാതെ വരുമ്പം ഒരു കുടത്തിലെ വെള്ളമായാലും മതി, ഉച്ചയിൽ ഒഴിച്ചാലും മതി എന്നൊക്കെ സൗകര്യപ്രദമായ വിധത്തിൽ അവർ മാറ്റി വെച്ചാണെന്ന് നിങ്ങൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് കേട്ടോണെങ്കിൽ അത്യത്ഭുതമായിരിക്കുന്നു. മാമോദീസ ഏൽക്കുന്നവർ എന്ന് പറഞ്ഞ പറയാം, സ്ത്രീകൾ തങ്ങളുടെ മുടി അഴിച്ചിട്ടുകൊണ്ടും പുരുഷന്മാരും സ്ത്രീകളും മോതിരങ്ങളും മറ്റു ആഭരണങ്ങളും എല്ലാം അഴിച്ച് നീക്കം ചെയ്തതിനു ശേഷവും മാമോദീസ ഏൽക്കണം. ഈ 56 ദിവസം പ്രായമുള്ള കൊച്ചിനെ കുറിച്ച് അല്ലല്ലോ പറയുന്നത്. അപ്പൊ പറയുന്ന കൊച്ചിന്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല, ഇവിടെ പുരുഷന്മാരുടെ കാര്യം പറഞ്ഞ വായിച്ച എന്നാ പറയാം. അപ്പൊ മോതിരങ്ങളും മറ്റും ഒക്കെ അത് അന്യ സമുദായത്തിൽ നിന്ന് വരുന്നവരുടെ കാര്യമാണ്, പ്രായമായവരുടെ കാര്യമാണ് പറയുന്നത് എന്ന് വേണമെങ്കിൽ തർക്കിക്കാം. എന്നാ ഞാനൊരു കാര്യം പറയാം. മടത്തുംഭാഗൻ ഓർത്തഡോക്സ് പള്ളിയിൽ ഞാൻ അംഗമായിരുന്ന കാലത്ത്, ബാലനായിരുന്ന കാലത്ത് അന്യ സമുദായത്തിൽ നിന്ന് വന്ന ഒരാളെ മാമോദീസ മുക്കി ക്രിസ്ത്യാനിയാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് സ്റ്റീഫൻ എന്നാ മറ്റോ പേരിട്ടത്, വിളിക്കുന്നത് വേറെ രീതിയിലാണ്. അതിപ്പോ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളാരും അങ്ങനെ വിളിക്കാറില്ല. ഞങ്ങൾ സഹോദരൻ എന്ന് പറഞ്ഞ് ഇട്ടത് തന്നെ വിളിക്കാറില്ല. അദ്ദേഹത്തെ വാഴയില കീറി ഉണ്ടാക്കിയ ഒരു ബ്രഷ് കൊണ്ട് വെള്ളം തളിച്ച് തന്നെയാണ് മാമോദീസ മുക്കിയത്. അതിന് ഞാൻ ദൃക്സാക്ഷിയാണ്. അപ്പോ അന്യ സമുദായത്തിൽ നിന്ന് തന്നെ പ്രായമായുള്ള കാര്യമാണ് ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നിങ്ങൾ ചെയ്യുന്നതെന്നുള്ളതിന് ഞാൻ ദൃക്സാക്ഷിയാണ്. ഇതാണ് സത്യമായ കാര്യം. ഇങ്ങനെ ചെയ്യണം. മോതിരങ്ങളും മറ്റുമൊക്കെ ആഭരണമൊന്നും ഇല്ലാതെ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചവരെ കുഴിച്ചിടുന്ന പോലെ തന്നെ വേണം എന്നാണ് അതിന്റെ അർത്ഥം. കുഴിച്ചിടുമ്പോൾ ഇതെല്ലാം ഊരിയെടുക്കുമല്ലോ, അതുപോലെ തന്നെ വേണമെന്നാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു കാര്യം പറയാം, രസകരമായ കാര്യം.
ഇത് 1895 അച്ചടിച്ചൊരു പുസ്തകമാണ്. ഇന്നേക്ക് ഏതാണ്ട് 121 വർഷം മുമ്പ് അച്ചടിച്ചൊരു പുസ്തകമാണ്. ഫെയ്ത്ത് ഓഫ് അവർ ഫാദേഴ്സ് എന്നതിന്റെ പേര്. ഞങ്ങളുടെ പിതാക്കന്മാരുടെ വിശ്വാസം എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. ഞങ്ങളുടെ പിതാക്കന്മാരുടെ വിശ്വാസം. കാർഡിനൽ ഗിബൺസ് എന്ന് പറയുന്ന ഒരു കത്തോലിക്ക കർദിനാൾ എഴുതിയ പുസ്തകം. കാർഡിനൽ ഗിബൺസ് അദ്ദേഹം പറയുന്ന സ്നാനത്തെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് കേട്ടോണേ. The church exercises her discretion in adopting the most convenient mode according to the circumstances of time and place. സമയത്തിന്റെയും സ്ഥലത്തിന്റെയും സൗകര്യവും അനുസരിച്ച് സഭ അവരുടെ വിവേചനാധികാരം ഉപയോഗിച്ച് പല കാര്യങ്ങൾക്കും മാറ്റം വരുത്താറുണ്ട്. എന്നിട്ട് പറഞ്ഞിട്ട് അടുത്ത വാചകത്തിൽ പറയുക, ഫോർ സെവറൽ സെഞ്ചുറീസ് ആഫ്റ്റർ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ക്രിസ്ത്യാനിറ്റി ബാപ്റ്റിസം വാസ് യൂഷ്വലി കൺഫേർഡ് ബൈ ഇമേർഷൻ. എത്ര സത്യസന്ധമായിട്ടാ ആ ദൈവദാസന് മറുപടി പറഞ്ഞിരിക്കുന്നത്. ക്രിസ്ത്യാനിറ്റി രൂപം കൊണ്ട് അനേക നൂറ്റാണ്ടുകൾ മുഖ്യമായിരുന്നു സ്നാനപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇമേർഷൻ. അച്ഛന്റെ കൂട്ടാളികൾക്കൊന്നും സംശയമില്ലല്ലോ, അത് പ്രജാതിമത്തിൽ നിന്ന് വരുന്നവരാണെന്ന് ഇവിടെ എഴുതിയിട്ടില്ല. ബട്ട് സിൻസ് ദ 12th century the practice of baptism by infusion has prevailed in the Catholic Church, as this manner is attended with less inconvenience than baptism by immersion. അപ്പൊ ഇങ്ങനെ ഏകദേശം 12ാം നൂറ്റാണ്ട് മുതൽ കുഞ്ഞുങ്ങളെ തളിപ്പ് മാമോസ നൽകുന്ന രീതി ചർച്ചിനകത്ത് പ്രബലപ്പെട്ടു. അന്ന് മുതൽ ഇങ്ങനെ മാമോസ നൽകുമ്പോൾ മുഖ്യ മാമോസ നൽകുന്ന അസൗകര്യം ഒഴിവായി കിട്ടി എന്ന് അദ്ദേഹം പറയുന്നു. എന്തൊരു സൗകര്യമാണ്! മശിഹാ തമ്പുരാൻ സ്ഥാപിച്ച കൂദാശയാണ്. ഉയരത്തിൽ മഹിമാസനത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നവനായി മനുഷ്യനല്ല, കർത്താവ് നിർമ്മിച്ച സത്യകൂടാരത്തിന്റെ ശുശ്രൂഷകനായ മഹാപുരോഹിതനാവൻ. അവൻ സഭയിൽ സ്ഥാപിച്ച കൂദാശയാണ് സഭ അവരുടെ വിവേചന പ്രകാരം മാറ്റിയെന്ന്. അതിനാരാ അധികാരം കൊടുത്തേ? അങ്ങനെ ആർക്കും ദൈവം അധികാരം കൊടുത്തിട്ടില്ല. അതെല്ലാം മൂല്യച്യുതിയാണ്, അപജയമാണ്. അതുകൊണ്ട് മടങ്ങി വരണം. സത്യസന്ധമായ ആദിമസഭയില് മുഖ്യാണ് മാമോദീസ നൽകിയെന്നാണ് പറയുന്നത്. മാമോദീസ ഒരു കൂദാശയാണ്. ഒരു കൂദാശയും നമ്മളെ രക്ഷിക്കുന്നില്ല. അച്ഛന് രണ്ടും പറയുന്നുണ്ട്. നമ്മള് പിന്നെ മാമോദീസയിൽ കൂടെ സ്വർഗരാജ്യം കിട്ടുന്നു അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്നു എന്ന് ഒക്കെ പറയുമ്പോൾ തന്നെ മറ്റൊരു അച്ഛന്റെ പ്രസംഗത്തിനകത്ത് അച്ഛൻ ദൈവ കരുണ കൊണ്ടാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത് എന്ന് പറയുന്നത് നാം കേട്ടിട്ടുണ്ട്. തിരിച്ചും മറിച്ചും പറയുന്നുണ്ട്. അതിന് പ്രൂഫ് വേണമെങ്കിൽ അച്ഛന്റെ പ്രസംഗത്തിൽ തന്നെ എടുത്ത് കാണിക്കാവുന്നേ ഉള്ളൂ. അത് സത്യമായതുകൊണ്ട് അത് ആവശ്യപ്പെടുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തന്നെയല്ല, പറയുന്നതും ചെയ്യുന്നതും രണ്ടാ. കുർബാന കഴിഞ്ഞ് പോകാൻ നേരത്ത് സമീപസ്ഥന്മാരുടെ ദൂരസ്ഥന്മാരും മരിച്ചുപോയവരുടെ ജീവനുള്ളവരും കർത്താവിന്റെ ജയമുള്ള സ്ലീബായാൽ രക്ഷിക്കപ്പെടുന്നവരും പെട്ടവരും. കർത്താവിന്റെ ജയമുള്ള സ്ലീബായിലാണ് രക്ഷയെന്ന് പറഞ്ഞാണ് ആശീർവാദം പറഞ്ഞ് കുർബാന കഴിഞ്ഞ് വിടുന്നത്, അല്ല മാമോദിസായിലല്ല. എന്നിട്ട് അടുത്ത വാക്യത്തിലാണ് പറയുന്നത് ശുദ്ധമുള്ള മാമോദിസ റൂഷ്മായാൽ മുദ്ര കുത്തപ്പെട്ടവരുന്നേ. അപ്പൊ കർത്താവിന്റെ ജയമുള്ള സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരാണ് മാമോദിസയുടെ റൂഷ്മായാൽ മുദ്ര കുത്തപ്പെട്ടവരുണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയായ ഒരാളല്ലേ സ്നാനപ്പെടേണ്ടത്, അല്ലെ കർത്താവിനാൽ രക്ഷിക്കപ്പെട്ട ഒരാളല്ലേ സ്നാനപ്പെടേണ്ടത്. എന്തിനിങ്ങനെ തിരിച്ചും മറിച്ചും പറഞ്ഞ് പഠിപ്പിക്കുന്നു? ദൈവവചനത്തിലേക്ക് മടങ്ങി വരണം, ആ റൂട്ടിലേക്ക് മടങ്ങി വരണം. അടുത്തൊരു പുസ്തകം എന്റെ കൈവശം ഇരിക്കുന്നത് സെയിന്റ് തോമസ് അക്വീനാസ്, കത്തോലിക്ക സഭയുടെ കാനൂൻ എഴുതിയ അക്വീനാസ് ആണ്. കത്തോലിക്ക സഭ കണ്ടതിലേക്ക് ഏറ്റവും പണ്ഡിതനായ ഒരു ദൈവദാസനാണ്. അദ്ദേഹത്തിന്റെ സുമാ തിയോളജിക്ക എന്ന് പറയുന്ന പുസ്തകത്തിന്റെ അതിന്റെ 2ാം വാള്യമാണ് എന്റെ കയ്യിലിരിക്കുന്നത്. അദ്ദേഹത്തിനകത്ത് അദ്ദേഹം പറയുന്നത് ഓഫ് ദ നെസസിറ്റി ഓഫ് ദ സാക്രമെന്റ്സ് എന്ന് പറയുന്ന സബ്ടൈറ്റിലിനകത്ത് ആർട്ടിക്കിൾ 1 പറയുന്നു, വെദർ സാക്രമെന്റ്സ് ആർ നെസസറി ഫോർ മാൻസ് സാൽവേഷൻ, ക്വസ്റ്റ്യൻ ആണ്. എന്നിട്ട് 1ാമത്തെ വാചകം അദ്ദേഹം പറയുന്നതാണ്, വി പ്രൊസീഡ് ദസ് ടു ദ ഫസ്റ്റ് ആർട്ടിക്കിൾ, കോളം ഇട്ടിട്ട് പറയുക, ഇറ്റ് സീംസ് ദാറ്റ് സാക്രമെന്റ്സ് ആർ നോട്ട് നെസസറി ഫോർ മാൻസ് സാൽവേഷൻ. മനുഷ്യന്റെ രക്ഷയ്ക്ക് കൂദാശ ആവശ്യമില്ല, നെസസറി അല്ല. കൂദാശ മനുഷ്യനെ രക്ഷിക്കുന്നില്ല. കൂദാശകൾ രക്ഷിക്കപ്പെട്ട മനുഷ്യന് വേണ്ടിയാണ്. അത് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതിനകത്ത്. ഇതിൽ കൂടുതൽ തെളിവുകളുടെ ആവശ്യമില്ല. പിതാക്കന്മാർ തന്നെ പറയുന്നത് മുഖ്യാണ് സ്നാനപ്പെടുത്തിയത്. മുമ്പേ പറഞ്ഞൊരു കാര്യം പറയാം, അത് പറയാൻ വിട്ടുപോയതുകൊണ്ട് പെട്ടെന്ന് ഞാനത് വായിച്ച് കേൾപ്പിച്ച് അങ്ങ് നിർത്തുകയാണ്. മശിഹായുടെ കഷ്ടാനുഭവത്തെ
പുരാതന കാലത്തുള്ളവരും യോഹന്നാന്റെ സ്നാനത്തിലുള്ളവരും കണ്ടായിരുന്നോ? മശിഹായുടെ മരണവും കബറടക്കവും പുനരുത്ഥാനവും യോഹന്നാന്റെ കാലത്തുള്ളവരും അതിന് മുമ്പുള്ളവരും കണ്ടായിരുന്നോ? അവർക്ക് മനസ്സിലായായിരുന്നു. കർത്താവ് ഉയർത്തെഴുന്നേറ്റതിനു ശേഷം 2 ശിഷ്യന്മാർ എമ്മോസിലേക്ക് പോകുന്ന ഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 24-ാം വാക്യത്തിലുണ്ട്. അവരിങ്ങനെ നടന്നു പോകുമ്പോൾ കർത്താവും അവരുടെ കൂടെ കൂടി. ക്രിസ്തു അന്ന് മനസ്സിലായില്ല. അവരിങ്ങനെ കംപ്ലൈന്റ് ചെയ്ത് മർമർ ചെയ്തുകൊണ്ട് പോവുകയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ നിങ്ങൾ എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന് കർത്താവ് അവരോട് ചോദിച്ചപ്പോൾ, നീ മാത്രം ഇക്കാലത്ത് പ്രദേശിയായി എവിടെ വന്ന് പാർക്കുന്ന ഒരുത്തനാണോ ഈ കാര്യം അറിയാത്തത്? ഇത് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഞങ്ങൾ വിശ്വസിച്ചു അവൻ മശീഹായ ആയിരുന്നു, പക്ഷെ അവനെ ക്രൂശിച്ചു കൊന്നു എന്നൊക്കെ പറയുമ്പോൾ യേശു പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 24-ാം അധ്യായം ലൂക്കോസിന്റെ സുവിശേഷം 25, 26, 27 വാക്യങ്ങൾ. അയ്യോ ബുദ്ധിഹീനരെ, യേശു പറയുക അവരോട്, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ-കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. മോശ മുതലുള്ള പിതാക്കന്മാര് മശിഹ കഷ്ടമനുഭവിക്കണമെന്നും പിന്നീട് മഹത്വത്തിലേക്ക് പ്രവേശിക്കണമെന്നും മനസ്സിലാക്കിയവരും അത് വിശ്വസിച്ചവരുമായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, അവർ യേശുവിന്റെ ക്രൂശിനെ മുമ്പോട്ട് നോക്കി കണ്ട് അവന്റെ കഷ്ടാനുഭവത്തിന്റെ പങ്കാളികളായി തീർന്നവരാണ്. അവന്റെ കഷ്ടാനുഭവത്തിന്റെ കൂട്ടായ്മ അനുഭവിച്ചവരായിരുന്നു പഴയ നിയമത്തിലുള്ള വിശുദ്ധന്മാർ. യോഹന്നാൻ സ്നാനപ്പെടുത്തിയവരും പശ്ചാത്തപിച്ച് മശിഹായുടെ കഷ്ടാനുഭവത്തിനും ക്രൂശീകരണത്തിനും വേണ്ടി, മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പുകാരന്റെ കഷ്ടാനുഭവത്തിനും ക്രൂശീകരണത്തിനും വേണ്ടി ഒരുങ്ങിയവരായിരുന്നു. നാമും അവന്റെ ക്രൂശീകരണത്തോട് പങ്കാളികളായി തീരാൻ വേണ്ടി സ്നാനത്തിൽ അവനോട് അടക്കപ്പെടുകയും പുനരുത്ഥാനം ചെയ്യുകയും അവനോട് മരണത്തിൽ പങ്കാളികളായി തീരുകയും ചെയ്യുകയാണ്. ഇതാണ് അതിനുള്ള മറുപടി. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.